മോഡൽ എക്സാമിലേക്ക് വെറും 4 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളതല്ലേ? യെസ്. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് A+ വാങ്ങിക്കാനുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാനും ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു 10 days ചലഞ്ച് മോഡൽ എക്സാമിന് മുന്നേയുള്ള 10 ദിവസങ്ങളിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ധാരാളം കുട്ടികൾ അത് ഫോളോ ചെയ്തിട്ട് നമുക്ക് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുട്ടികൾ അവസാന നിമിഷം ഈ പേടിയോടെ കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മാർക്ക് ഒന്ന് മികച്ചതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും കൂടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മൾ പറയുന്ന എന്താ പറയാ അവസാന നിമിഷം പഠിക്കാനിരിക്കുന്ന ചില കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഈ 4 ദിവസം എങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അത്. നമുക്ക് നോക്കാം എല്ലാ സ്റ്റഡി പ്ലാനിലേക്ക് നേരെ പോയേക്കാം. ആദ്യം നമുക്ക് ടൈം ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമില് 17-ാം തീയതി രാവിലെയും ഉച്ച കഴിഞ്ഞായിട്ട് നമ്മുടെ ലാംഗ്വേജിന്റെ എക്സാം ആണ് നടക്കാനായിട്ട് പോകുന്നത്. പിന്നെ അടുത്തുള്ള ഒരു പേടിപ്പെടുന്ന സ്വപ്നം കെമിസ്ട്രി ബയോളജി. നമുക്ക് രാവിലെ കെമിസ്ട്രി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ബയോളജി ആയിട്ടാണ് വരുന്നത്. അപ്പൊ പഠിക്കാൻ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്തൊരു ദിവസമാണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ 19-ാം തീയതി 19-ാം തീയതി നമുക്ക് ഓഫ് ആണ്, അതായത് ഒന്നുമില്ല നമുക്ക്. പക്ഷെ 20-ാം തീയതി വരുന്ന സമയത്ത് നമുക്ക് ഫിസിക്സ് ആണ്, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ് ആണ്. ഇനി കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ അവർക്ക് രാവിലെ എന്തുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് 21-ന് എക്സാം വരികയാണ്, അത് നേരെ നമ്മുടെ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഈ ഒരു ടൈം ടേബിളിനെ വെച്ചുകൊണ്ടുള്ള ആ 4 ദിവസവും നമുക്ക് ഇനിയുള്ള 4 ദിവസത്തോട് കൂട്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇത് അടുത്ത പേജിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് 13-ാം തീയതി ഇപ്പൊ നന്നായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ അവര് ഏറ്റവും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യേണ്ടത് ഫിസിക്സും മാത്സും ആണ് അല്ലെ? കാരണം എന്താണ്, ഈ ഒരു 19-ാം തീയതിയിലെ ഗ്യാപ്പിന് ശേഷം വരുന്ന പരീക്ഷ ഫിസിക്സും മാത്സും ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുന്ന ഫിസിക്സും മാത്സും റിവൈസ് ചെയ്യാൻ 13-ാം തീയതി ഉപയോഗിക്കാം. ഏതൊരു പുതിയ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമില്ലെന്നുണ്ടെങ്കിൽ അത് അന്നത്തേക്ക് ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉപയോഗിക്കാം അല്ലെ? അവസാന നിമിഷം നമുക്ക് റിവൈസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. പുതിയ ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ സമയത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് ഇതുവരെ ഫിസിക്സും മാത്സും ഒക്കെ തൊടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പാസ് ആവാൻ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതുപോലെ ആ ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ നമുക്കുള്ളത് 14-ാം തീയതി മുഴുവൻ ഡേ കിട്ടുകയാണ്. പക്ഷെ നമുക്കറിയാം 17-ാം തീയതി ലാംഗ്വേജിന്റെ എക്സാം ഉള്ളതുകൊണ്ട് 18-ാം തീയതി ഈ കെമിസ്ട്രിയും ബയോളജി ഒരുമിച്ച് വരിക. അപ്പൊ നമുക്കുള്ള ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കെമിസ്ട്രിക്കും ബയോളജിക്കുമാണ്. 14-ാം തീയതി ഫുള്ള് കെമിസ്ട്രി ബയോളജി, വേറെ ഓപ്ഷൻ നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതായത് 14-ാം തീയതി കെമിസ്ട്രിയിലും ബയോളജിയിലും ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ ഇതുവരെ പഠിക്കാത്തത് ആ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ആ ദിവസം ഉപയോഗിക്കുക കേട്ടോ. ഒറ്റ സബ്ജക്ട് ഒരു ദിവസം മുഴുവനും പഠിക്കാനിരിക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോടുള്ളൊരു എന്താ പറയുക ഒരു പേടിയും പിന്നെ ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് വല്ലാത്തൊരു ബോറടി, ഒരു ചടപ്പൊക്കെ വരും. കെമിസ്ട്രി മാത്രം പഠിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി ബയോളജി പഠിക്കാനുള്ള പേടിയൊക്കെ. അപ്പൊ നമുക്ക് നേരെ പിന്നെ 15-ാം തീയതിയിലാണെങ്കിൽ കെമിസ്ട്രി ബയോളജി അല്ലാതെ വേറെ ഓപ്ഷൻ. അതായത് ഇപ്പൊ റിവൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സർ 14-ാം തീയതിയും റിവൈസ് ചെയ്യുക, 15-ാം തീയതിയും റിവൈസ് ചെയ്യുക. പക്ഷേ പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ 14-ാം തീയതി പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുക, 15-ാം തീയതി എന്ത് ചെയ്യാ നിങ്ങള് റിവിഷൻ തുടങ്ങുക അല്ലെ? റിവിഷൻ തുടങ്ങുക. ഈ 16-ാം തീയതി ഇവിടെ കെമിസ്ട്രി ഓർ ബയോളജി നമ്മൾ കൊടുക്കുന്നതിന് ഒരു വലിയ റീസൺ ഉണ്ട്. അതായത് കെമിസ്ട്രി പഠിക്കാം, അതായത് തീരാത്തവർക്കുണ്ടെങ്കിൽ കെമിസ്ട്രിയാണ് ബാക്കിയുള്ളത്, അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇനി അതല്ല ബയോളജി ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ബിക്കോസ് 17-ാം തീയതി ലാംഗ്വേജിന്റെ എക്സാം ഉള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള സമയം നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തേ പറ്റുള്ളൂ? അത് ലാംഗ്വേജിന് യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ? അതായത് ഇപ്പൊ 16-ാം തീയതി നിങ്ങൾ കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കണം എന്നൊരു നിർബന്ധം പറയല്ല. പക്ഷെ കുറെ കുട്ടികൾക്ക് ലാംഗ്വേജ് ഒക്കെ എന്താണ് ഈസി ആണല്ലേ? അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ലാംഗ്വേജിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. അതിന്റെ മുന്നേ ഇപ്പൊ 15-ാം തീയതി നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് വന്നു, 15-ാം തീയതി നിങ്ങളുടെ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, 2 സബ്ജക്ട് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 16-ാം തീയതി ആ ഒരു ഫോർനൂൺ നിങ്ങൾ ഉപയോഗിക്കുക. ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ആദ്യം വരുന്ന പബ്ലിക് എക്സാം ആയതുകൊണ്ട് അവർക്ക് പേടി ഉണ്ടാവും. അതെ, പേടിയുണ്ടാവും. പിന്നെ സർ ഇംഗ്ലീഷിനൊക്കെ നമുക്കറിയാലോ, പബ്ലിക് അല്ല, അതായത് പബ്ലിക്കിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആണ് മോഡൽ എക്സാം. അപ്പം ഇംഗ്ലീഷ് ഒക്കെ പ്രശ്നമാണ്, കോൺഫിഡന്റ് പ്രശ്നം ഉണ്ടാവും. അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ ഇതിന്റെ എക്സാമിന് മോഡൽ എക്സാമിന് ലാംഗ്വേജിന് മാർക്ക് പറഞ്ഞു. അപ്പൊ മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ ഭയങ്കര പേടിയിലായിരിക്കും അല്ലെ? പേടി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ
നമ്മൾ പബ്ലിക് എക്സാമിന് പോകുമ്പോൾ ഈ മാർക്ക് നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇതിന് മാർക്ക് കുറവായിരുന്നല്ലോ, അപ്പൊ എനിക്കിത് പറ്റുമെന്നുള്ള പേടിയൊക്കെ വരും. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കാണരുത് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതേപോലെ A+ ഒക്കെ ഇംഗ്ലീഷിൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്ട് കുറച്ച് കൂടുതൽ സമയം എടുത്ത് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ 16-ാം തീയതി ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അത് നിങ്ങളെ ഒരു പേഴ്സണൽ ഫ്രീഡം ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട് ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഒരു കൃത്യമായ സ്കെഡ്യൂൾ വരുത്തണം എന്നുള്ളത്. നമ്മളൊരു ഐഡിയ തരികയാണ്. ഈ ഐഡിയ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ തരുന്നത്. ഇഷ്ടമാണ് ചേഞ്ച് ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഫോളോ ചെയ്യാന്നുള്ളതാണ് അല്ലെ. പിന്നെ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് 19-ാം തീയതി. പക്ഷെ അതിന് മുമ്പ് 18-നെ കുറിച്ച് നമ്മളൊന്ന് പറയേണ്ട വരും അല്ലെ. അതായത് 18-ാം തീയതി നമ്മള് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു വന്നാൽ പിന്നെ നേരെ ഒന്നും നോക്കാനില്ല, നമ്മൾ നേരെ മാത്സിലേക്ക് പോവാന്നുള്ളതാണ് അല്ലെ. നോക്കിക്കേ, മാത്സിൽ ഒരു ചോദ്യം വരും അല്ലെ മിസ്സേ. അതായത് 20-ാം തീയതി ഫിസിക്സ് അല്ല ഞങ്ങൾക്ക് വരുന്നത്, ഞങ്ങൾ എന്തിന് 18-ാം തീയതി മാത്സ് പഠിക്കണം. അതായത് ഏതെങ്കിലും മാത്സിലെ പെൻഡിങ് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്സിന്റെ എക്സാമിന് നമുക്ക് ഗ്യാപ്പ് ഇല്ല. അപ്പൊ എന്തെങ്കിലും ഒരു പുതുതായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് 18-ാം തീയതി യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് റിവിഷൻ ഓൾറെഡി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, 18-ാം തീയതി ബയോളജി പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യാം, റിഫ്രഷ്ഡ് ഒക്കെ ആയി കുറച്ചു നേരം വെറുതെ ഇരുന്നതിന് ശേഷം മാത്സ് പഠിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 18-ാം തീയതി നിങ്ങൾക്ക് ആ നൈറ്റ് എന്ത് ചെയ്യാം, മാത്സിന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 19-ാം തീയതി നമുക്ക് ഓഫ് ആണ് അല്ലെ. ഫിസിക്സ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് അല്ലെ. ഫിസിക്സ് തന്നെ പഠിക്കാന്നുള്ളതാണ്. ബയോ സയൻസുകാർ ഫിസിക്സ് പഠിക്കുക. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആൾക്കാർ, കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ വരുന്നത് 20-ാം തീയതിയാണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും അന്നത്തെ ഒരു ദിവസം പഠിക്കേണ്ടി വരും അല്ലെ. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് അല്ലെ. പിന്നെ നമുക്ക് 20-ാം തീയതി നമുക്ക് നോക്കാം. 20-ാം തീയതി മാത്സിന്റെ പഠിക്കാനായിട്ട് നമുക്ക് ആകെയുള്ള ടൈം ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുള്ള ടൈമാണ്. 20-ാം തീയതി ഇവിടെ ഇട്ടത് കൊണ്ട് ഫുൾ ഡേ ഉണ്ടെന്ന് ഓർക്കരുത്. 20-ാം തീയതി ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞ് വന്നാൽ വേറെ ഒരു പണിക്കും പോകണ്ട. നമുക്ക് പിറ്റേ ദിവസം ഉള്ളത് നമ്മുടെ ഭീകരനായിട്ടുള്ള മാത്സ് ആണ്. പേടിപ്പിക്കല്ല കേട്ടോ. ശരിക്കും ഇവർക്ക് ഫിസിക്സിന് കുറെ സമയം കിട്ടി സർ. കാരണം എന്താ അറിയോ, ഇപ്പം ബയോ സയൻസുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ബയോ സയൻസുകാരാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിന്റെ എക്സാം വരുന്നത് ആഫ്റ്റർനൂൺ ആണ്. അപ്പൊ അന്ന് രാവിലെയും ഇവർക്ക് ഫിസിക്സ് പഠിക്കാൻ കിട്ടും. പക്ഷെ മാത്സ് നോക്കിക്കേ, ഫോർനൂൺ രാവിലെയാണ് പരീക്ഷ. അപ്പൊ ആ ഒരൊറ്റ ദിവസം രാത്രി കൊണ്ടാണ് ഇവർ ഈ മാത്സ് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ മാത്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ദിവസം നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അതായത് നമ്മളെല്ലാരും എക്സാമിന് തലേദിവസം പഠിക്കാനിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് വലിയൊരു ഭീഷണിയാണ് ഈ ഒരു ടൈം ടേബിൾ ശരിക്കും പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 19-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സും പഠിക്കണം. അപ്പൊ അവരെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ബേർഡൻ ആവും മാത്സും കൂടി പഠിക്കാനിരിക്കുമ്പോ. ബയോ സയൻസുകാർക്ക് ഇങ്ങനെ ചെയ്യാം. ഫിസിക്സ് നന്നായിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ മാത്സ് കൂടി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അല്ലെ. യെസ്, അതായത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ടഫ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫിസിക്സ് ആവാം, ചിലപ്പോൾ മാത്സ് ആവാം. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയം നിങ്ങൾ അവിടേക്ക് മാത്സിന് കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു അടിപൊളി പ്ലാൻ ആയിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല മക്കളെ, നമുക്ക് A+ കിട്ടേണ്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇനിയും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വിഷമത്തിലിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സമാധാനത്തിന് ഒരു സപ്പോർട്ടാണ് ഇത് അല്ലെ. ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണിത്. അപ്പൊ നേരത്തെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ആ സ്റ്റഡി പ്ലാൻ എഫക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇപ്പൊ പുതിയ ആൾക്കാർ അല്ലെ, പുതിയതായിട്ട് ഇപ്പൊ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, നാളെ മുതൽ പഠിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് ഇത് എഫക്റ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ ടെൻഷൻ അടിച്ച് പേടിച്ച് ഈ 4 ദിവസം കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഇതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് പറയാല്ലേ, ട്രൈ ചെയ്യുക അല്ലെ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യണ്ട സർ, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചിന്തൻ, ബൈ.